അല്ല മോനെ, അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് വരാവോ? ലിസ്റ്റിലുള്ളത് മാത്രം. അതിൽ കൂടുതൽ മേടിച്ചു കഴിഞ്ഞാലും പ്രശ്നം. ഇവക്കാണ് മസാല ഇല്ല, മസാല ദോശ. ഓരോരോ ടെക്നിക്കുകളെ. അപ്പൊ നമ്മുടെ മസാല ഇല്ലാത്ത മസാല ദോശ ഞാൻ കഴിക്കാൻ പോവാണ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് തുറന്ന് കാണിക്കാൻ കേട്ടോ. അതെ കണ്ട പെയിന്റ് കിട്ടിയോ? റെഡ് ആ മെനുവിലുള്ള സ്റ്റോക്ക് അങ്ങ് തീർന്നു കൂടിയാക്കും. അപ്പൊ കിട്ടിയത് വേറൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് റെഡിന്റെ. മറ്റേത് ഉച്ചയാവും വരുമ്പോന്ന് പറഞ്ഞു. ആ റെഡ് തന്നെ അല്ലേ? അല്ല ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉച്ച വരെ നോക്കാം. എന്നിട്ട് കിട്ടുവാണെങ്കിലേ ഇത് പൊട്ടിക്കണ്ട, അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. ഇതും റെഡ് തന്നെയാ, പക്ഷെ ഇച്ചിരി വ്യത്യാസമുണ്ട്. മറ്റേ റെഡ് നല്ല കടും റെഡാണ്. അല്ല അപ്പൊ ഇത് നമുക്ക് അങ്ങ് അടിച്ചു തീർത്തിട്ടേ അപ്പോഴത്തേക്കും മറ്റേത് വരുവാണെങ്കിലേ നമുക്കത് ഇത് ചെയ്യാം. ഉച്ചക്ക് വരുമെന്ന് പറഞ്ഞു. താഴെ വെച്ചാൽ പോലെ വരും. യെല്ലോ കളർ പെയിന്റ്. ഞാൻ പറഞ്ഞില്ലേ കറിലായി പോയതാണ്. ഇവിടെ വെച്ചേക്കട്ടെ. ഇവിടെ പൊടിയാണ്. അങ്ങോട്ട് വെച്ച ചേട്ടോ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും പിടിച്ചേരെ. പുള്ളി എവിടെ ഇരുന്ന് പണിയുന്നുണ്ട്. ഞങ്ങള് കറി വെക്കുവായിരുന്നു. പെയിന്റ് ചെയ്യണതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവള് ഫോട്ടോ എടുത്തോ. നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാം. ഈ മഞ്ഞ മാത്രം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ മഞ്ഞ കളർ എനിക്ക് അത്ര ഇഷ്ടായില്ല. കടുപ്പ ഇച്ചിരി കൂടിപ്പോയി. ബാക്കിയൊക്കെ നന്നായിട്ടുണ്ട്. അതെ അതെ അതെ, ഇത് ഇച്ചിരി കടുപ്പം കൂടിപ്പോയി. അറിയില്ല. എന്നാലും മറ്റത് കണ്ടിട്ട് ഇത് കാണുമ്പോ ഇച്ചിരി ഒരു കടുപ്പം കൂടുതലാ. ശരി. മതിലേല് ഐവറി അടിക്കണേന്ന് കുര്യാക്കൊച്ചേട്ടൻ പറഞ്ഞു. ഇതും അതിന്റെ മുകളിലുള്ള ബോർഡറിനാ റെഡും. അത് നല്ലായിരിക്കും. ഇതാവുമ്പോ പായല് പിടിച്ചാല് അത് കഴുകി കളയാന്ന് കുര്യാക്കൊച്ചേട്ടൻ പറഞ്ഞു. കഴുകി കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇതുപോലെ പായല് പിടിച്ചു കഴിഞ്ഞാല്. റെജി ഇന്ന് വരട്ടെന്ന് ചോദിച്ചു. ആ പന്തലിന്റെ അത് ഞാൻ ചോദിച്ചില്ല. പാഷൻ ഫ്രൂട്ടിന് പന്തലിടാൻ. ഗുഡ് മോർണിംഗ് റെജി. അല്ല മോനെ, അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് വരാവോ? 4 മണി ആയോ? 3:35. ഞങ്ങള് എല്ലാവർക്കും കൂടെ ചായ കൂട്ടി. ചേട്ടന്മാർക്കുള്ള ചായ 4 മണിക്ക് കൊടുക്കണത് പാൽ ചായ ആയിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒറ്റ കൂട്ടാട്ടോ, വേറെ സെപ്പറേറ്റ് കൂട്ടൊന്നുമല്ല. പിന്നെ 10:30 കൊടുത്തത് കട്ടൻ ചായ. അങ്ങനെയാണ് ഞങ്ങളുടെ രീതി കൊടുത്തത്. പതയോടുകൂടി. ഇനി ഇത് ഞാനെടുക്കും. അപ്പ ഇപ്പൊ അവിടെ ഇരിക്കണോണ്ട് കുടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അപ്പയ്ക്ക് ഇത് കൊടുക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് എടുക്കും. എന്നിട്ട് ഒരാൾക്ക് വേറെ തകത്തും. അപ്പൊ ഇനി ഇത് കൊടുക്കുവാട്ടോ. ചേട്ടന്മാർക്ക് കൊടുത്തിട്ട് വരാം. ആദ്യം മിറാക്കിൾ ഫ്രൂട്ട് അവർക്ക് കൊടുക്കണ്ടോ? അവരോട് വേണോന്ന് ചോദിക്കാം. വിവരം പറഞ്ഞു ചോദിക്കാം. എന്നിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അവർക്കൊരു കൗതുകമായിരിക്കും. അതെ 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 അതെ. എന്നാ കൊടുത്തേച്ച് വരാട്ടോ. ഞാനും പോരാ. എന്നാ പോരെ. ദേവരെ അവിടെ പുറത്തുണ്ട്. ബാക്ക് സൈഡിലായിരിക്കും. അവിടെയാ അല്ലേ? ഇതിലേ പോകാതുകൊണ്ട്. ചേട്ടാ ചായ. പാത്രം കുടിച്ചോ? എന്നാ ഗുണം എന്നാന്നോ? അല്ല ചൂട് കൊണ്ട് പിന്നെ പ്ലേറ്റിലേക്ക് ഗ്ലാസ് ഇങ്ങനെ വെച്ച് അടുക്കളയിട്ട് വെച്ചാൽ മതി. ഒരാൾ പൊക്കത്തായിരിക്കും. അതെ ചായ.
ഒരാൾ പൊക്കത്തിരിപ്പുണ്ട്. ആ പൊക്കത്തിരുന്ന് അടിക്കുന്നു, താഴെ ഇരുന്ന് അടിക്കുന്നു. ബാക്ക് സൈഡ്. അതുപോലത്തെ എരിയില്ല. ഓ ഈ ചൊമ്പിനില്ല അല്ലേ? ആ അടിച്ചു നിർത്തിയേക്കോ. ആ താഴെ അല്ലേ? ആ ഉവ്വ ഉവ്വ ഉവ്വ. ഏരിയ കുറവാ അല്ലേ? ആ ഉവ്വ. ആ ഭംഗിയായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. കുര്യാക്കോച്ചായിട്ടും പിന്നെ വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെ അടിക്കണമല്ലേ. അപ്പൊ പിന്നെ ഭംഗിയായോന്ന് ചോദിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ആ ആ ആ ജനലെങ്കിലും അടിക്കുമ്പോ നല്ല ഷോയാവും. വർക്ക് ഏരിയയുടെ വെന്റിലേഷനൊക്കെ അടിക്കാനുണ്ട്. ചായ കുടിക്കട്ടെ അവരെ. ഞാൻ നനക്കട്ടെ കേട്ടോ. അമ്മ എന്നാക്കിയാ മേടിക്കാനുള്ളതെന്ന് ചോദിക്കണം. അപ്പ ഞാൻ മറന്നുപോയി എന്നാന്ന്. ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ബുക്കില്. അത് നോക്കി മേടിച്ചോളും. ഇപ്പൊ പരിപ്പോടെ കഴിക്കണമെന്ന് ചോദിച്ചപ്പോ പോയി വന്നിട്ടായിരിക്കും കഴിക്കണം. എനിക്കറിയില്ല. അതങ്ങനെയായിരിക്കുള്ളൂ. ബ്രെഡിന്റെ ഒക്കെ കൂടെ കണ്ടില്ലേ, ഇതെല്ലാം കഴുകണം. പിന്നെ ഞാൻ ഇച്ചിരി അങ്ങ് നീക്കേക്കാൻ പറഞ്ഞു. മിച്ചത്തിന്റെ അവിടെ തേച്ച് കഴുകുമായിരുന്നു. ഓക്കെ, എന്തായാലും ആദ്യം വെള്ളം ഒഴിക്കണം. നോട്ട് ബുക്ക് എടുത്തോ? ആ അതിനകത്താണ് അമ്മ മേടിക്കാനുള്ള സാധനങ്ങൾ കുറിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. 200 പേജിന്റെ ബുക്കായിരിക്കും. എഴുതി ആ അതെന്നാ ഓ ചോട്ടില് വെള്ളം ഒഴിച്ച കാരണം ഇപ്പൊ അതിൽ നിന്ന് പൊടിച്ചു വരുന്നു. ഓ ഇല മുഴുവൻ പൊഴിഞ്ഞു പോയതാ. അതിന്റെ ഇല ഫുൾ പൊഴിയും സമ്മർ ആവുമ്പോ. കഴുകണം, നാളെ കഴുകണം. ആയനാ വിമൻസ് ഡേ സെലിബ്രേഷൻസ്. കുയില് ചട്ടികളൊക്കെ മാറ്റി വെച്ചേക്കുവാ. അമ്മ പറഞ്ഞതൊക്കെ കിട്ടിയോ? അമ്മ പറഞ്ഞത് കിട്ടാതെ എടുത്തു കഴിഞ്ഞാ കച്ചവടക്കാരൻ ഓടും. അവിടെ ഉണ്ടാവോ? അത് മാത്രാണോ മേടിച്ച? വേറെ എന്തെങ്കിലും അഡീഷണൽ മേടിച്ചോ? ഒന്നുമില്ല, അത് മാത്രമുള്ളോ? ലിസ്റ്റിനുള്ളത് മാത്രം. ആഹാ, അതിൽ കൂടുതൽ മേടിച്ചു കഴിഞ്ഞാലും പ്രശ്നാ. അതുകൊണ്ട് കറക്റ്റ് മെഷർമെന്റില്. കാര്യം അവിടെ കണ്ണിമാങ്ങ വന്നിട്ടുണ്ടായിരുന്നു. നീ വേണോന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പൊ ഇനി വന്നിട്ട് വേണമെങ്കിൽ എന്നാന്ന് വെച്ചാ ചെയ്യാം. അതെ, കണ്ണിമാങ്ങ വേണമെങ്കിൽ കണ്ണിമാങ്ങ അച്ചാർ ഇടണമെന്നുണ്ടെങ്കിൽ നാളെ ഇട്ടിട്ട് തിരക്കേടില്ലായിരുന്നു. ആ നല്ലായിരുന്നു. കാറും കയറ്റിയിടാൻ നല്ലത്. ഇപ്പൊ ഞങ്ങളെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞാലും അതെ രാത്രി സന്ധ്യ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജനൽ അവിടേക്ക് അടച്ചു. വൈകിയ സന്ധ്യ ആവണേ. അപ്പൊ ഞാനൊരു വ്യത്യസ്തമായ ദോശ ഉണ്ടാക്കുമെന്ന്. ഇതിലേക്ക് ഒരു കുഞ്ഞ് സവോള, പിന്നെ ഒരു ടൊമാറ്റോ. ഇന്നാളെ ആരാണ്ട് പറഞ്ഞേ ഈ സവോള, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ അരിയുമ്പോ കുരുന്നൊന്നും വരൂലെന്ന്. ഇപ്പൊ നല്ല കുറെ വ്യൂവേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ചോപ്ര മേടിച്ച അതിലരിഞ്ഞ കറക്റ്റ് ആട്ടോ. ചോപ്ര മേടിക്കണ്ട, 2 കൊല്ലം മുമ്പ് മേടിച്ച ചോപ്ര ഓൾറെഡി ഇവിടെ ഉണ്ട്. ഞാനൊരു ചെറിയ മടിച്ച് എന്നാന്നറിയാമോ, അതിലൊക്കെ വലിച്ചരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി ഉണക്കണം. അപ്പൊ ഈ വെജിറ്റബിൾ അരിയാനാണെങ്കിൽ പലതിനും ഞാൻ എടുക്കാറുണ്ട്. ഒരു സവോളയൊക്കെ അരിയാൻ വേണ്ടി ഞാനത് എടുക്കൂല കേട്ടോ. അതുകൊണ്ടാ ചോപ്പറിന് ഒരു കംപ്ലൈന്റും ഇല്ല. ഇന്നാൾ ആരാണ്ട് ചോപ്പർ കാണണില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ എന്തോ അരിഞ്ഞപ്പോ എടുത്തായിരുന്നു. എന്നെ അരിഞ്ഞപ്പോ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനത് മടിച്ചായതുകൊണ്ട് എടുക്കാഞ്ഞതാട്ടോ. അത് ഒരു ദിവസം മൾട്ടിപ്പിൾ ഷൂട്ട് ഉള്ളപ്പോ നമുക്ക് അതെടുത്ത് അരിഞ്ഞ് പിന്നെ അത് കഴുകുക, അതൊന്നും അത്ര പോസിബിൾ അല്ല. അതുകൊണ്ടല്ല, എനിക്കൊരു സ്വഭാവം ഉണ്ട്, എപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ കഴുകി കഴിഞ്ഞാൽ അത് ഉണക്കി
എടുത്ത് വെക്കണമെന്ന്. പിന്നെ അത് നീ പറഞ്ഞ പോലെ നടക്കൂല, അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്ത കേട്ടോ. സാധാരണ നോർമൽ ഡേയിലാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഓക്കെ, നമുക്ക് പരിപാടി ചെയ്യാം. അപ്പൊ ഒരു കുഞ്ഞു സവോളയും ഒരു ടൊമാറ്റോയുടെ 1/3 എടുത്തിട്ടുള്ളൂ. അത് 2 ദോശയ്ക്ക് വേണ്ടി അത് ചെയ്യണോളൂ, അതുകൊണ്ട് അത്രയും കുറച്ചെടുക്കാൻ. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് സ്വല്പം ഉപ്പിടുക അതിന് പാകത്തിനുള്ള കേട്ടോ, ഇതിന് പാകത്തിനുള്ള ഉപ്പ്. അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു ദോശ ഒന്ന് തയ്യാറാക്കണം. മസാല ഇല്ലാത്ത മസാല ദോശ. അപ്പൊ ഇതിന് ഞാൻ എരിവ് വേണ്ട ഞങ്ങൾക്ക്, അതുകൊണ്ട് പിരിയമുളക് പൊടി. പിരിയമുളക് പൊടിക്ക് എന്തെങ്കിലും ഒരു ചെലവ് വേണ്ടേ? തീരാറായി. അപ്പുറത്തിരിക്കണ എന്നാന്ന് നോക്കിയേ, ആ മൂടി വെച്ചേക്കണേ, മൂടി വെച്ചേക്കണേ നോക്കാം. ഇതിന്റെ പണി കഴിയട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. സ്വല്പം വെളിച്ചെണ്ണ തിരുമുവാട്ടോ. ഈ എന്നാന്നോ പച്ചനെയാ ദോശയിലേക്ക് ചേർക്കണേ. അപ്പൊ അതിന്റെ ഈ ഉള്ളിയുടെ ഇതിന്റെ എരിവ് ഉണ്ടാവാതിരിക്കാൻ ഒരു സ്വല്പം വെളിച്ചെണ്ണ കേട്ടോ. എന്നിട്ടൊന്ന് തിരുമണം. തിരുമി വെച്ചേച്ച് ഞാൻ അതിന്റെ അപ്പുറത്തിരിക്കണ എന്നാന്ന് നോക്കാം. ഇത് വഴറ്റിയിട്ടൊന്നും അല്ല അല്ലേ? ഇല്ല, വഴറ്റിയിട്ടല്ല, പച്ചയായിട്ട് തന്നെ ചേർക്കുക. ദോശ അങ്ങ് കോരി ഒഴിക്കുക, അതിന്റെ മീതേക്ക് ഇതിടുക, എന്നിട്ട് മടക്കിയെടുക്കുക. അപ്പൊ ചെറിയൊരു പച്ചപ്പ് ഉണ്ടാവും, എന്നാലും ആ ദോശ വേകുമ്പോ ഉള്ള ഹാഫ് കുക്കായിരിക്കും. തട്ടുകടയിലൊക്കെ ഇതൊരു സൈഡ് ഡിഷ് ആയിട്ട് തരും. ദോശ വാങ്ങുമ്പോ സൈഡിൽ കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കി തരും അവര്. തട്ടുകടയിലൊക്കെ കേട്ടോ, അങ്ങനെയുണ്ട്, അങ്ങനെ തരും. ഇങ്ങനത്തെ സാധനം തരും, സൈഡ് ഡിഷ് മുക്കി കഴിക്കാൻ, ഒരു ചമ്മന്തിക്ക് പകരം. നല്ലതാ. അങ്ങനെ എനിക്ക് കിട്ടണില്ല. ഞാൻ ആ എരിവുള്ളത് കൊണ്ട് സാധനം തന്നില്ല അതിന്റെ വായില. ഇപ്പം എന്താ വെച്ചോളൂ, അതിന്റെ നനവ്, അതുകൊണ്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ലതാ. പക്ഷെ ദോശയിൽ വരുമ്പോ നല്ലതായിരിക്കും. അതാ ഈ ദോശയിൽ മുക്കി തരാൻ അവരാ. ലേശം കൂടി ഉപ്പ് വേണമെങ്കിൽ ആകാം. വേണ്ട, ദോശക്ക് ഉപ്പുണ്ടോ? എന്നാ വേണ്ട. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നെയ്യിൽ കുഴച്ച ഉണ്ടാക്കണം. കുഴച്ചല്ല, നെയ്യ് നന്നായിട്ട് ചേർക്കും. അപ്പൊ നെയ്യിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഒട്ടും ഉപ്പ് വേണ്ട കേട്ടോ. നമുക്ക് ദോശ ചൂടാം. എന്നോട് നോക്കാൻ പറഞ്ഞില്ലേ? നോക്കട്ടെ. ഇതെന്താ പണിയാ ഞാൻ കുളിക്കാൻ പോയപ്പോ ഒപ്പിച്ചു വെച്ചേക്കണേ? പനീറാണല്ലോ, ഇച്ചിരി പുളിപ്പിന്റെ ഒക്കെ മണം. എനിക്ക് നാക്കേൽ അങ്ങനെ വെക്കണ ഇഷ്ടമല്ല. പച്ച ഗരം മസാല നല്ല സ്മെല്ല് വരുന്നുണ്ട്. സ്പെഷ്യലാ ഇത്. എന്നാ ഇത് തവാ ഫ്രൈ ചെയ്യാൻ. ദോശക്ക് കോരി ഒഴിക്കുവാണ്. ഇത് നമുക്ക് വെജിറ്റബിൾ പ്ലേറ്റർ ചെയ്യുമ്പോ സൈഡ് ഡിഷ് ആയിട്ട് വെക്കാം. അതിന്റെ ഒരു ഡിഷാ. മനസ്സിലായി. നാളെ നീ പറഞ്ഞല്ലോ. അതെ. ഇത് പോരെ? മതി. വലിപ്പം അത് മതി. പതുക്കെ ഒന്ന് ബോയിലായി വരുമ്പോ ഇതിട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ബോയിലാവണം. ഇടുവാണേ. നീ ചോദിച്ചില്ലേ ബോയിലാക്കണോന്ന്? ബോയിലൊന്നും ആക്കണ്ട. മസാല ഇല്ല, മസാല ദോശ 2 മതി കേട്ടോ. എനിക്ക് മതി. നിനക്കുള്ളതേ ഉള്ളതേ, ഇനി ഒരു കുട്ടിക്കുള്ളതേ ഉള്ളൂ. എനിക്ക് സാധാ പ്ലെയിൻ ദോശ മതി. അതുകൊണ്ടാണ് ഞാൻ അപ്പയും പ്ലെയിൻ ദോശയാണ് കഴിച്ചത്. അപ്പ കഴിച്ചപ്പോ പറയുവാ സൂപ്പർ ദോശ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നത്തെ ദോശയാ മോശമെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല, കഴിച്ചേച്ച് പോയി. ഇതൊന്ന് പരത്തിക്കോ വേണമെങ്കിൽ. വേണ്ട, അതങ്ങനെയാ കിടക്കണ്ട. അതിലെ ചൂടുകൊണ്ട് ആയിക്കോളും. ഒന്ന് പതുക്കെ വാടിക്കിട്ടും. വാടിക്കിട്ടും. ഹാഫ് കുക്കാണത്. വെജിറ്റബിളിനാ വായിൽ തന്നെ. വെജിറ്റബിളിന് വേണമെങ്കിൽ പറയാല്ലേ. ടൊമാറ്റോയും സവോളയാട്ടോ ഉള്ളൂ, നിങ്ങൾക്കറിയാലോ. നിങ്ങൾ നെയ്യ് ഒഴിച്ചോന്ന് മറന്നുപോയി, അത് കാരണം ഇച്ചിരി ഏതായാലും ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചോന്ന് ഇനി നിങ്ങൾ തന്നെ പറയട്ടോ. ഇത് കുറെ നെയ്യ് ഉണ്ടല്ലോ, ഇത്രയും വേണ്ടായിരുന്നു. ഇത്രയും വേണം, അല്ലാണ്ട് പിന്നെ നെയ്യ് സ്വാദില്ലാതെ എങ്ങനെയാ? അവനവൻ്റെ വീട്ടിലുണ്ടാക്കുമ്പോഴേ ഈ രീതിയിലൊക്കെ നെയ്യ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, BTH പിന്നെ അമ്പിസ്വാമി. വൃന്ദാവനിൽ ഞാൻ പോയിട്ടില്ല, നീ പോയിട്ടുണ്ട്. നിനക്ക് എങ്ങനെയാ തോന്നിയേക്കണെന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ തന്നു കഴിഞ്ഞാൽ ശരിക്ക് നെയ്യുടെ സ്വാദുണ്ട്. നമ്മൾ കഴിച്ചേക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. പിന്നെ എവിടെയൊക്കെ കിട്ടണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. ഞങ്ങൾ കഴിച്ച സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞതാ അല്ലേ? ആയി വരണം, ഇച്ചിരി ആവട്ടെ കേട്ടോ. അപ്പൊ നെയ്യ് ശരിക്കും അങ്ങ് ചെന്നാലാടി ഇതിലേക്ക് അങ്ങ് ഉരുകി ചേർന്ന്. ദോശയ്ക്ക് ശരിക്കും നെയ്യ് വേണം. ഒരു ബോട്ടിൽ അപ്പം മേടിച്ചേക്കണത് ഏതാണ്ട് തീരാറായി അമൂല. അപ്പൊ 1 kg ഏതും നമ്പീശൻ ഇവിടെ മകള് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പൊ എന്നാന്ന് വെച്ചാൽ എന്നും മകള് ചോദ്യാട്ടോ, അത് പൊട്ടിക്കാറായോ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു പൊട്ടിക്കാറായോ എന്ന് ഇത് നോക്കുക, എന്നിട്ട് പൊട്ടിക്കണോ വേണ്ടോ തീരുമാനിക്കുക. മടക്കട്ടെ.
കണ്ടോ? ഒറ്റ മടക്കേ ഉള്ളൂ. ഒറ്റ മടക്കും, അത് മതി. ദേ ഈ തവ എന്നിട്ട് കഴിയുമ്പോ അവിടെ വെച്ചേരേട്ടോ. മറ്റേ പനീർ തവ ഫ്രൈ ചെയ്യാനാ. അത് ഇതിനല്ല, അതിന് വേറെ തവ വേണം. അല്ല ഇത് മതി, വേറെ ഇനി എടുക്കണ്ട. അല്ല, വർക്ക് കുറവായോണ്ടാണ്. അല്ല അതിന് ചാറൊന്നുമില്ല. ഇല്ലേ? അതെ, അത് ചൂടോട് കൂടി കഴിച്ച അഭിപ്രായം പറഞ്ഞേ. ഞാൻ ചുട്ടുകൊണ്ട് വന്നേക്ക്. ഇത് ഞാൻ ചെറുതായിട്ട് ചുടണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വലുതാക്കണില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദേ മസാല അത്രേ ഉള്ളൂ, ഇടാനുള്ള മസാല ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ ചെറുതാക്കണത്. ഓക്കെ ഓക്കെ. ഇതേ ഇപ്പൊ പ്ലെയിൻ ദോശ തിന്നു, ഞാനും പ്ലെയിൻ ദോശ തിന്നണം. ഇവക്കാണ് മസാല ഇല്ല മസാല ദോശ. ഓരോരോ ടെക്നിക്കുകളെ. ടെക്നിക്ക്. അപ്പൊ അത് കഴിച്ചിട്ട് നീ അവരോട് പ്രേക്ഷകരോട് അഭിപ്രായം പറഞ്ഞു. അത് ഉറപ്പായിട്ടും ഞാൻ പറയാം. ഓക്കെ, ചൂടാറാതെ കഴിക്കുക. അമ്മയും പോരെ. ഞാൻ അങ്ങനെ പോലുമില്ല, ഞാൻ അവിടേക്ക് ഒതുക്കി പ്ലെയിൻ ദോശ ചുട്ട് ഞാൻ വന്നു. കഴിച്ചോട്ടോ. അപ്പഴേ തേന ബ്രെഡിന് എടുത്താന്ന് കഴിച്ചോ. അപ്പൊ നമ്മുടെ മസാല ഇല്ലാത്ത മസാല ദോശ ഞാൻ കഴിക്കാൻ പോവാണ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് തുറന്ന് കാണിക്കാൻ കേട്ടോ. അതെ കണ്ട, ഇതാണ് നമ്മുടെ മസാല ഇല്ലാത്ത മസാല ദോശ. തക്കാളി ചമ്മന്തി ഞാൻ ഉണ്ടാക്കാൻ വിട്ടുപോയി, കാരണം ആ സമയത്ത് ഞാൻ പനീർ തവ ഫ്രൈ ചെയ്യാൻ പോയിട്ടോ. അതുകൊണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇന്ന് തേങ്ങാ ചമ്മന്തിയാണുള്ളത്. ഞാൻ തേങ്ങാ ചമ്മന്തിയുടെ അത്ര വലിയൊരു ഫാനല്ല. പിന്നെ കുഴപ്പമില്ല, കഴിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ടൊമാറ്റോ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരിച്ചിരി അങ്ങ് മുക്കുക, കഴിക്കുക. അപ്പോൾ ദേ ഞാനിന്ന് ട്രൈ ചെയ്യാണ്. നല്ല രസമുണ്ട്. ഭയങ്കര വലിയൊരു ഹൈപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം മസാല ഇല്ലല്ലോ. എങ്കിലും രസമാണ് കഴിക്കാൻ. ദോശയുടെ ഒപ്പം ഒരു ഇച്ചിരി പുളിയുള്ളതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ആ ഒരു ടേസ്റ്റാണ്. ഇത്തിരി മുളക് പൊടിയും ഇത്തിരി വെളിച്ചെണ്ണയും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു രുചിയാണ്. നല്ലതാണ്, ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നല്ല. പ്ലെയിൻ ദോശ കഴിച്ച് മടുത്ത് കഴിയുമ്പോഴേക്കും ഒരു രുചി വ്യത്യാസം വേണമെന്നൊക്കെ ആഗ്രഹിക്കില്ലേ, അപ്പം അങ്ങനെയുള്ളപ്പം നല്ല നല്ലതാണ്. ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് ഈ പുളിയൊക്കെ ഉള്ളത് ഇച്ചിരി കഴിക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ദോശയുടെ കൂടെയൊക്കെ ആണെങ്കിൽ പുളിയുള്ളത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലതാണ് കേട്ടോ. മസാല കഴിച്ചു എന്നുള്ളതിൻ്റെ ആ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഒരു ചെറിയൊരു സ്പൈസിനെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അമ്മയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യണോ മസാല ഇല്ല മസാല ദോശ? എനിക്കത് എരിവ് സ്പൈസി പോലെ ഇത് ഇട്ടത് കൊണ്ട് എനിക്ക് വേണ്ടമായിട്ടല്ല. എൻ്റെ പ്ലെയിൻ ദോശ എടുത്തു 2 അപ്പ കഴിച്ചത് എടുത്തിട്ടില്ല. ദോശ ഇച്ചിരി അല്ല ചമ്മന്തി അങ്ങ് ഒഴിക്കട്ടെ. എനിക്ക് തേങ്ങാ ചട്നി അത്ര വലിയ താല്പര്യമൊന്നും ഫാനല്ല. ഇതിനൊരു പെയിൽ ടേസ്റ്റാ, പുളിയൊന്നുമില്ല. ഇല്ല, പുളിയില്ല. വേണമെങ്കിൽ ഇത് ഒഴിച്ചാൽ മതി. എനിക്കിഷ്ടമായത്. പണ്ടൊക്കെ ഇതല്ലേ ഉള്ളൂ, അല്ലാണ്ട് ടൊമാറ്റോ ചമ്മന്തി ഒന്നും പണ്ടില്ല. ഇല്ലേ? ഞങ്ങളുടെ വീടുകളിൽ തേങ്ങ ഇട്ടേച്ച് ഈ വറ്റൽമുളകാണ് ചേർക്കണത്, പച്ചമുളകല്ല. പണ്ടൊക്കെ കുറേ വർഷങ്ങളായുള്ളൂ പച്ചമുളകും കാന്താരിമുളകും ഒക്കെ ഇറങ്ങിയിട്ട് ഇതിലേക്ക്. നല്ല ദോശ, പ്ലെയിൻ ദോശ. പാകം പുളി, പാകം ഉഴുന്ന, പാകം സോഫ്റ്റ്നെസ്. അതെ, ദോശ നല്ല. അതപ്പ സർട്ടിഫിക്കറ്റ് തന്നല്ലോ. അതെപ്പോഴും പറയണം. പുറകു ഭാഗം എനിക്കിങ്ങനെ പുറകു ഭാഗം ഒത്തിരി വങ്ങിപ്പോണത് ഇഷ്ടമല്ല. അതെ, നെയ് റോസ്റ്റ് ഞാൻ വക്കും, നിനക്ക് നെയ് റോസ്റ്റ് ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ സാധാരണ ദോശയ്ക്ക് ഇത് എങ്ങനെ ഇരിക്കും. പിന്നെ ദോശ ചുടണ വഴി കഴിക്കണം നല്ലത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മെമ്പേഴ്സ് കൂടുതലുള്ളിടത്ത് അതൊന്നും നടക്കില്ല കേട്ടോ. ഇപ്പൊ 2-3 പേരുള്ളപ്പോൾ ചൂട് ദോശ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുക. അതുപോലെ നടക്കൂല. ആൾക്കാർ കൂടുതലുള്ളിടത്ത് ചുട്ട് വെച്ച് തന്നെ നടക്കുള്ളൂ. അതും പറയാലോ.